Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് ആണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് പ്ലസ് ടു മാത്സിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ഡിഫറൻസിയേഷൻ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് 5 കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആ 5 കാര്യങ്ങൾ ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച്, ഇൻക്രീസിങ് ഡിക്രീസിങ് ഫങ്ഷൻസ്, ടാൻജൻസ് ആൻഡ് നോർമൽസ്, അപ്രോക്സിമേഷൻ, മാക്സിമ ആൻഡ് മിനിമ. ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനി ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമുക്കിപ്പോൾ വേരി ചെയ്യുന്ന കാര്യം നമ്മൾ പറയത്തില്ലേ. അതായത് ഇപ്പോൾ ഒരു സ്ക്വയറിൻ്റെ സൈഡ് അല്ലേ, ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആയിരുന്നു, അത് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര ഇൻക്രീസ് ചെയ്തു, അവിടെ വന്നിരിക്കുന്ന ചേഞ്ച് എത്രയാണ്, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ക്വയറിൻ്റെ സൈഡ് 2 സെൻറ്റിമീറ്ററിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഏരിയയ്ക്ക് വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെ, ഏരിയയ്ക്ക് ഉണ്ടാവുന്ന മാറ്റം, ഇതൊക്കെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന, ഇൻക്രീസിങ് മാത്രമല്ല കേട്ടോ, ഡിക്രീസിങ്ങും ആകാം, അതിന് വരുന്ന എന്ത് ചേഞ്ച് ആണോ അതിൻ്റെ റേറ്റ് ആണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റേറ്റ് ഓഫ് ചേഞ്ചിനെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഡെറിവേറ്റീവ് ആണ് യൂസ് ചെയ്യുക. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ, ഇപ്പം നമ്മൾ പറഞ്ഞു ഏരിയ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഏരിയയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ള DA/dt. ഇപ്പോൾ ഏരിയ നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് DA, അതായത് DA/dt. വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് തന്നിരിക്കുന്നതെങ്കിൽ DA/dt കണ്ടുപിടിക്കുക. വിത്ത് റെസ്പെക്ട് ടു സൈഡ്, ഇപ്പോൾ എക്സ് ആണ് സൈഡ് എങ്കിൽ വിത്ത് റെസ്പെക്ട് ടു സൈഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ DA/dx കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിൽ എന്താണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിനെ ആസ്പദമാക്കി നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ടാൻജൻസ് ആൻഡ് നോർമൽസ് അല്ലെ, സ്ലോപ്പിൻ്റെ ഇക്വേഷനും ഒക്കെ ഇട്ട് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ്, ഇക്വേഷൻ ഓഫ് നോർമൽസ് അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സ്ലോപ്പൊക്കെ ഇത്തവണ ഇവിടെ നമ്മൾ പഠിക്കാനുള്ള ഇക്വേഷൻ ഓഫ് ടാൻജൻസ്, ഇക്വേഷൻ ഓഫ് നോർമൽസ് ഒക്കെ ഡെറിവേറ്റീവ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ഇത്തവണ നമ്മൾ പഠിക്കുന്നത്. പിന്നെ അപ്രോക്സിമേഷൻ, നമ്മളിപ്പോൾ നമുക്കറിയാം റൂട്ട് 25 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇപ്പം നമ്മൾ റൂട്ട് 25.6, 25.3 അല്ലെങ്കിൽ 24.6 ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അപ്രോക്സിമേഷൻ. ആ അപ്രോക്സിമേഷൻ നമ്മൾ ഡെറിവേറ്റീവ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ സ്ക്വയർ റൂട്ടോ ക്യൂബ് റൂട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെറിവേറ്റീവ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ മാക്സിമം ആൻഡ് മിനിമം, അതായത് ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാനും നമ്മൾ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. The side of a square is changing at the rate of 5 cm/second. How fast its area increasing when the length of its side is 8 cm? എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ചേഞ്ചിങ് അറ്റ് ദ റേറ്റ് ഓഫ് 5 cm/second. ഹൗ ഫാസ്റ്റ് ഇറ്റ്സ് ഏരിയ ഇൻക്രീസിങ് വെൻ ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ് ഈസ് 8 cm. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ക്വയറിൻ്റെ സൈഡ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 5 cm/second. ഹൗ ഫാസ്റ്റ് ഇസ് ഏരിയ ഇൻക്രീസിങ് വെൻ ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ് ഈസ് 8 cm. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ സൈഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെ, ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഏരിയയുടെ ഇൻക്രീസിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതായത് സൈഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ഏരിയയുടെ ഇൻക്രീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻക്രീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വെൻ ദ സൈഡ് ഈസ് 8 cm, അതായത് സൈഡ് ചേഞ്ച് ചെയ്ത് 8 cm ആകുമ്പോൾ ഉള്ള ഏരിയയുടെ റേറ്റ് ഓഫ് ഇൻക്രീസിങ് ആണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് സൈഡ് എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് ദ സൈഡ് ഓഫ് ദി സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്. സൈഡ് എക്സ് ആയിട്ട് നമ്മൾ എടുത്തു. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സൈഡ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് കേട്ടോ, വിത്ത് റെസ്പെക്ട് ടു ടി, എക്സ് അല്ല ടി, വിത്ത് റെസ്പെക്ട് ടു ടി ആണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ 5 cm/s എന്നാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ നേരത്തെ എന്ത് തന്നെ എടുക്കുക, ടൈമിനെ ബേസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സൈഡ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുന്നത് എന്ത് വരും, dx/dt. നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ്, എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, dx/dt എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ dx/dt ഈസ് ഈക്വൽ ടു, ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് സൈഡിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് ചേഞ്ചിങ് അറ്റ് ദ റേറ്റ് ഓഫ് 5 cm/s എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ dx/dt ഈസ് ഈക്വൽ ടു എന്ത് വരും, 5 cm/s. ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഹൗ ഫാസ്റ്റ് ഇറ്റ്സ് ഏരിയ ഇൻക്രീസിങ് വെൻ ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ് ഈസ് 8 cm. സൈഡ് ലെങ്ത് ഇൻക്രീസ് ചെയ്ത് 8 cm ആകുമ്പോഴത്തേക്കും ഏരിയയ്ക്ക് ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം എന്തറിയണം, സ്ക്വയറിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ അറിയണം അല്ലേ. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ, സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ഇവിടെ നമ്മൾ ഒരു സൈഡായിട്ട് എടുത്തിരിക്കുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് അഥവാ എക്സ് സ്ക്വയർ ആണ് ഏരിയ ആയിട്ട് വരുന്നത് സ്ക്വയറിൻ്റെ. അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും, എക്സ് സ്ക്വയർ വരും. ക്ലിയർ ആണല്ലോ. നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യണ്ടേ, ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും, ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന, അതായത് ഏരിയയെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ dA/dt എന്ന് കിട്ടും അല്ലേ, dA/dt. ഇനി ഇപ്പുറത്തെ എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 2x ഇൻറ്റു dx/dt എന്ന് എഴുതണം കേട്ടോ. അതായത് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു dx/dt. ക്ലിയർ ആണല്ലോ. ഇനി dA/dt അറ്റ് x ഈക്വൽ ടു 8 നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. x ഈക്വൽ ടു 8ൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ dA/dt അറ്റ് x ഈക്വൽ ടു 8 എന്ന് വരും. നോക്കിയേ, ഡെറിവേറ്റീവ് എന്താ, 2x ഇൻറ്റു dx/dt അല്ലേ. 2 നമ്മൾ അതുപോലെ തന്നെ എഴുതി. അറ്റ് x ഈക്വൽ ടു 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക, 8 കൊടുക്കുക. ഇൻറ്റു dx/dt. dx/dt ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 5 cm/s. അപ്പോൾ 5 അവിടെ കൊടുക്കുക. എന്ത് വന്നു, 2 ഇൻറ്റു 8 ഇൻറ്റു 5 വിച്ച് ഇസ് ഈക്വൽ ടു 8 40 ഇൻറ്റു 2 80 cm/s. ഏരിയ ആണ്, യൂണിറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഇട്ടോളണം. അപ്പോൾ 80 cm/s വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ 80 cm/s. ക്ലിയർ ആണല്ലോ. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേൾക്കുക, കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ താഴെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിയിട്ടുണ്ട്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ സൈഡ് ഓഫ് എ ക്യൂബ് 6 cm/s. How fast is surface area changing when the length of its side edges അല്ലെങ്കിൽ length of its edges 5 cm അല്ലേ. The rate of change of the side of a cube അല്ലേ. ഒരു ക്യൂബിൻ്റെ സൈഡിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അവിടെ തന്നിരിക്കുന്നത് 6 cm/s. How fast its surface area changing when the length of its edge is 5 cm അല്ലേ. ഒരു സൈഡിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്, ക്യൂബാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്യൂബ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ക്യൂബിൻ്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു എഡ്ജിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 6 cm/s. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ഫാസ്റ്റ് ഇറ്റ് സർഫസ് ഏരിയ ചേഞ്ചിങ് വെൻ ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ് അല്ലെങ്കിൽ എഡ്ജ് ഈസ് 5 cm. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർഫസ് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അതായത് ഈ സൈഡിന് ചേഞ്ച് വന്ന് അത് 5 cm ആകുമ്പോഴുള്ള സർഫസ് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം അവിടെ ആദ്യം എഴുതാം. നിങ്ങൾ എഴുതിക്കൊള്ളണം, ലെറ്റ് എക്സ് ബി ദ സൈഡ് അല്ലെങ്കിൽ എഡ്ജ് ഓഫ് ദി ക്യൂബ് എന്ന് എഴുതിക്കോളുക. ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി സൈഡ് ഇസ് ഈക്വൽ ടു dx/dt വിത്ത് റെസ്പെക്ട് ടു ടൈം. നിങ്ങൾക്ക് നോക്കി ഇവിടെ തന്നിരിക്കുന്ന 6 cm/s ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ dx/dt ഈസ് ഈക്വൽ ടു 6 cm/s അല്ലേ. ഇനി സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ്, ക്യൂബിൻ്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ
6x² ആണ്. ക്യൂബിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 6x² ആണ്. അറിയാൻ വയ്യാത്തവർ അതൊക്കെ പഠിച്ചോളണം. ക്യൂബിന്റെ വോളിയം എന്ന് പറയുമ്പോൾ x³ വരും. ഒരു വശം x ആണെങ്കിൽ x³ വരും. സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6x² വരും. ഇനി സർഫസ് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? സർഫസ് ഏരിയയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അതായത് ds/dt കണ്ടുപിടിക്കുക. അപ്പോൾ 6x² നമുക്ക് വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ds/dt, 6x² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 12x. x²ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 12x വരും. അതായത് x²ന്റെ 2x ആണ്. 6 × 2x 12x വരും. പിന്നെ വിത്ത് റെസ്പെക്ട് ടു t എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻറ്റു dx/dt. ക്ലിയർ ആണല്ലോ? അപ്പോൾ ds/dt ഈസ് ഈക്വൽ ടു 12x ഇൻറ്റു dx/dt. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്ററിൽ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ds/dt അറ്റ് എക്സ് ഈക്വൽ ടു 5 ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കുക? 5 കൊടുക്കുക ഇൻറ്റു dx/dtക്ക് പകരം 6 കൊടുക്കുക. 12 ഇൻറ്റു 5 ഇൻറ്റു 6 ആൻസർ എന്ത് വരും? 360 cm²/s എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദി റേറ്റ് ഓഫ് 8 cm³ അല്ലേ? എന്താ തന്നിരിക്കുന്നത്? ദ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 8 cm³/s. How fast is the surface area increasing when the length of an edge is 12 cm? The volume of a cube is increasing at the rate of 8 cm³/s. How fast is the surface area increasing when the length of an edge is 12 cm? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യൂബിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ക്യൂബിൻ്റെ ഒരു സൈഡ് എക്സ് ആയിട്ട് എടുക്കുക, വോളിയം v, സർഫസ് ഏരിയ s, ഇത്രയും നിങ്ങൾ എടുക്കുക. ഇനി നമുക്ക് അവിടെ തന്നിരിക്കുന്ന കാര്യം എന്താ തന്നിരിക്കുന്നത്? വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 8 cm³/s എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്യൂബിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന ആ റേറ്റ് ഓഫ് ചേഞ്ച്, വോളിയത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വോളിയം v ആണ്. ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇവിടെയും പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dv/dt എന്ന് പറയുന്നത് എന്താണ്? 8 cm³/s. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ് വെൻ ദി ലെങ്ത് ഓഫ് ആൻ എഡ്ജ് ഈസ് 12 cm. സർഫസ് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം v is equal to x³, വോളിയം എന്ന് പറയുന്നത് x³, v is equal to x³ then dv/dt എന്ന് പറയുന്നത് എന്ത് വരും? 3x² ഇൻറ്റു dx/dt. x³ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 3x² ഇൻറ്റു dx/dt. ഇനി dv/dt എന്ന് പറയുന്നത് 8 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ dv/dtക്ക് പകരം നമ്മൾ 8 കൊടുക്കുക. അപ്പോൾ 8 is equal to 3x² ഇൻറ്റു dx/dt എന്ന് വരും. ഇവിടുന്ന് നമുക്ക് dx/dt കണ്ടുപിടിക്കാം. എന്താ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഈ 3x² നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താകും? 8 ഡിവൈഡഡ് ബൈ 3x² എന്നാകും. അപ്പോൾ dx/dt ഈസ് ഈക്വൽ ടു എന്ത് വരും? 8/3x². ദെൻ നിങ്ങൾ ഇപ്പുറത്തേക്ക് വരിക. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സർഫസ് ഏരിയ ഇക്വേഷൻ എന്താണ്? ക്യൂബിൻ്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ s is equal to 6x² ആണ് അല്ലേ? 6x². ദെൻ സർഫസ് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ സർഫസ് ഏരിയയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം എസിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ds/dt എന്ന് വരും. 6x² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 12x എന്ന് വരും. 6x² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 12x ഇൻറ്റു dx/dt വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അത് നിങ്ങൾ വിട്ടു പോരത്ത്. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതിനെ ആസ്പദമാക്കി വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ds/dt ഈസ് ഈക്വൽ ടു 12x ഇൻറ്റു dx/dt. ഇനി നമുക്ക് എഴുതാം 12x ഇൻറ്റു dx/dtയുടെ ആൻസർ ഇതാ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? dx/dtയുടെ ആൻസർ എന്താണ്? 8/3x² ആണ്. അപ്പോൾ അത് ഇവിടെ കൊടുക്കുക. 12x ഇൻറ്റു 8/3x². ഇവിടെ നോക്കിക്കേ, x² ഈ എക്സും കൂടി കട്ട് ചെയ്ത് പോകും അല്ലേ? x² എക്സും കൂടി കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ
ഇതും കൂടി കട്ട് ചെയ്ത് പോകും. ഡിനോമിനേറ്ററിൽ ഒരു എക്സ് ബാലൻസ് വരും. ഇവിടെ 3ഉം 12ഉം കൂടെ കട്ട് ചെയ്ത് പോയി 4 വരും അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം നോക്കിയേ 4 × 8 32 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് ബാലൻസ് ഉണ്ട്, അതാണ് നമ്മൾ കൊടുത്തു. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ എക്സ് എന്നാണ് കിട്ടുന്നത്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്ററിൽ നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 12 വിച്ച് ഇസ് ഈക്വൽ ടു 8/3 cm²/second. കട്ട് ചെയ്തു. 4 കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. 32നെ 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 8 വരും. 12നെ 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3 വരും. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 8/3 cm²/second. റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കുക. ഡൗട്ട് ഒന്നും വയ്ക്കാതെ ക്ലിയർ ചെയ്ത് പൊക്കോളണം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബലൂൺ വിച്ച് ഓൾവേസ് റിമൈൻസ് സ്പെറിക്കൽ ഹാസ് എ വേരിയബിൾ റേഡിയസ്. A balloon which always remains spherical has a variable radius. Find the rate at which its volume is increasing with the radius when the latter is 10 cm. അല്ലേ? അപ്പോൾ നോക്കിയേ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ബലൂണിൻ്റെ കാര്യമാണ്. അതിൻ്റെ റേഡിയസ് അതിൻ്റെ പറഞ്ഞിരിക്കുന്നത് ആസ് വേരിയബിൾ റേഡിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി റേറ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് വോളിയം ഈസ് ഇൻക്രീസിങ് വിത്ത് ദി റേഡിയസ് വെൻ ദ ലാറ്റർ ഈസ് 10 cm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റേഡിയസ് 10 cm ആകുമ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വോളിയത്തിൽ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് തന്നെയാണ് കേട്ടോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം ടൈമിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് പറഞ്ഞിരിക്കുന്നത്, വേരിയബിൾ റേഡിയസ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ r = 10 cm ആയിരിക്കുമ്പോൾ റേഡിയസ് നമുക്ക് r എന്ന് എടുക്കാം, വോളിയം നമുക്ക് v എന്ന് എടുക്കാം. r = 10 cm ആകുമ്പോൾ വോളിയത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് ഒരു ബലൂൺ ആണ്, നമുക്കറിയാം സ്പെറിക്കൽ ഷേപ്പ് ആണ് അല്ലേ? അപ്പോൾ സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. സ്ഫിയറിൻ്റെ വോളിയം എന്താണ്? 4/3 πr³. ഇക്വേഷൻ അറിയാത്തവരൊക്കെ അത് പഠിച്ചെടുത്തോളുക. സ്ഫിയറിൻ്റെ വോളിയം 4/3 πr³ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. വിത്ത് റെസ്പെക്ട് ടു r ആണ് കേട്ടോ, വിത്ത് റെസ്പെക്ട് ടു r. അപ്പോൾ dv/dr എന്ന് വരും. വിത്ത് റെസ്പെക്ട് ടു r ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കാരണം നമ്മളോട് ഇവിടെ ടൈം ഒന്നും വേറെ വേരിയബിൾ ഒന്നും പറഞ്ഞിട്ടില്ല, വേറെ പാരാമീറ്റർ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു r തന്നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സോ dv/dr ഇസ് ഈക്വൽ ടു 4/3 π × 3r² എന്ന് വരും. ശരിയല്ലേ? 4/3 π കോൺസ്റ്റൻ്റ് ആണ്. വിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dv/dr. 4/3 π കോൺസ്റ്റൻ്റ് ആണ്. r³ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു r തന്നെയാണ്. അപ്പോൾ r³ ഡെറിവേറ്റീവ് 3r² വരും. 4/3 π × 3r² അല്ലേ? ദാ ഈ 3യും കൂടി കട്ട് ചെയ്ത് പോകും. അപ്പോൾ 4πr² എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി r-ൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ 4π × 10². 10² 100 ആണ്. 100 × 4 400. സോ 400 π cm³ വോളിയം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ cm³ വരും.